ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഓഫാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് കാർഡിഫ് ബേയിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതുമാത്രമല്ല, കാർഡിഫ് ബേയിൽ ഒരു കപ്പൽ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അപ്പോൾ പിന്നെ അതും കൂടെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ കാർഡിഫ് ബേ പണ്ട് കാലത്ത് ഒരു പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ കൂടുതൽ റെസ്റ്റോറൻറ്റ്സും ബാറുകളും പബ്ബുകളൊക്കെയാണ് കേട്ടുള്ളത്. ഇവിടെ ഫ്രൈഡേ ഈവനിങ് തൊട്ടിട്ട് സൺഡേ നൈറ്റ് വരെ ഭയങ്കര തിരക്കാണ്. ഇവിടെയുള്ള ആളുകൾ പൊതുവെ മൺഡേ ടു ഫ്രൈഡേ ജോലിയൊക്കെ ചെയ്ത് വീക്കെൻഡ് എൻജോയ് ചെയ്യാനായിട്ട് മാറ്റിവെക്കും. ഇതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇവരിവിടെ എൻജോയ് ചെയ്യും. ഞങ്ങൾ ഈ കാർഡിഫ് ബേയുടെ തൊട്ടടുത്താണ് കേട്ടോ താമസിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഓഫൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളിത് കൂടെ നടക്കാനായിട്ട് വരും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇത് കൂടെ കാഴ്ചകളൊക്കെ കണ്ട് കപ്പലുള്ള സ്ഥലത്തേക്ക് നടന്നു. ഇവിടെ നിന്ന് നടന്ന് നേരെ ചെല്ലുന്നത് ഇവിടുത്തെ വെൽഷ് പാർലമെൻറ്റിലേക്കാണ് കേട്ടോ. ഈ പാർലമെൻറ്റ് കാർഡിഫ് ബേയോട് ചേർന്ന് തന്നെയാണുള്ളത്. സ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അവർ ഈ ബിൽഡിങ് കൂടുതലും പണിതിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അവസാനം ഈ കപ്പൽ കണ്ടുപിടിച്ചു. ഈ കപ്പൽ ഭയങ്കര വലുതാണ് കേട്ടോ. വീഡിയോയിൽ നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യില്ല, പക്ഷേ നേരിട്ട് കാണാൻ ഭയങ്കര വലുപ്പമാണ്. ഈ കപ്പലിൻ്റെ പേര് ഗളിയോൻ ആൻഡ് ലൂസി എന്നാണ് കേട്ടോ. 16 മുതൽ 18 നൂറ്റാണ്ടിൽ നാവിക പര്യവേഷണങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വ്യാപാര കപ്പലിൻ്റെ ഒരു പകർപ്പാണ് ഈ കപ്പൽ. ആദ്യമായിട്ടാണ് ഈ കപ്പൽ വെയിൽസിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കപ്പലിൽ കയറാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് കപ്പൽ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ലാസ്റ്റത്തെ ദിവസമാണ് പോകാനായിട്ട് പറ്റിയത്. ഞങ്ങൾ അവിടെ ചെന്ന് ടിക്കറ്റ് അന്വേഷിച്ചപ്പോൾ ടിക്കറ്റ് തീർന്നു പോയി. ഞങ്ങളങ്ങനെ പുറത്തുനിന്ന് കപ്പലൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ കപ്പലിനോട് ചേർന്ന് ചെറിയൊരു സ്റ്റോളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കപ്പലിൻ്റെ ഫോട്ടോസിലെ ഡ്രസ്സുകളും തൊപ്പികളും പിന്നെ പണ്ട് കാലത്തെ നാണയങ്ങളും ഒക്കെ അവർ സെയിലിന് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് കപ്പലിലേക്ക് കയറാനായിട്ടുള്ള വലിയൊരു ക്യൂ ആണ് കേട്ടോ. അത്രയ്ക്കധികം ആൾക്കാരാണ് ഈ കപ്പലിൽ കയറാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ആ വിഷമം മാറ്റാനായിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പാർലമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു.